Hey, hello, welcome to Helmet Tales. എൻ്റെ പേര് അമർ എൻ്റെ പേര് നിതിൻ ആൻഡ് വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് കോട്ട ജി പി. കോട്ട ജി പി. അപ്പോൾ കോട്ട ജി പി സർക്യൂട്ട് സർക്യൂട്ട് ഓഫ് ദ അമേരിക്കാസ്. ഓ ദ മിസ്സായി. അമേരിക്കയെ പറ്റി പറയുമ്പോൾ ദ ഇമ്പോർട്ടൻറ്റ്, അറ്റ്ലീസ്റ്റ് അവർക്ക് അങ്ങനെയാണ്. എന്ന് പറഞ്ഞു കണ്ടിട്ട് വിചാരിച്ച റിസൾട്ടിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് തോന്നി. ലൈക്ക് എൻ്റെ മനസ്സിൽ ഇത് എന്തായാലും മാർക്കസ് ജയിക്കും, മാർക്കസിൻ്റെ കോട്ട എന്നായിരുന്നു. കിങ് ഓഫ് കോട്ടയാണല്ലോ മാർക്കസ്, അപ്പോൾ മാർക്കസ് ജയിക്കുമെന്നായിരുന്നു എൻ്റെ ഇത്. ഓഫ് കോഴ്സ് മാർക്കസ് ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും, ബട്ട് കുറച്ച് റേസ് ഇൻസിഡൻസ് കാരണം നമുക്ക് കാണാൻ പറ്റിയൊരു ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരുന്നു. എന്താ ഭയങ്കര വിഷമാണല്ലോ അത് പറയാൻ. എനിക്ക് കണ്ടിട്ട് ഇതൊക്കെ എന്തായാലും സങ്കടം തോന്നത്തില്ല എന്ന് എനിക്കറിയാം. സങ്കടമൊന്നും തോന്നിയില്ല, ബിക്കോസ് ആദ്യം കാണിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മാർക്കസിന്റെ ഒരു നമ്പറൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അത് ശരിയാണ്, ഒബ്വിയസ്ലി ഒരു അത്ര എക്സൈറ്റിംഗ് ലൈക്ക് നമ്മളത് ഇപ്പം റേസ് വെച്ച് നോക്കുമ്പോൾ അത്ര എക്സൈറ്റിംഗ് റേസ് അല്ല. അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ ഡ്രാമ ഉണ്ടായിരുന്നു. ആക്ച്വലി ഫ്രണ്ട് റണ്ണേഴ്സിനേക്കാളും കൂടുതൽ എക്സൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് പാക്കിന്റെ 10th പ്ലേസിന്റെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അവര് കേട്ടു തോന്നുന്നു. ഇപ്പൊ ഇത്തവണ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ആരും കാണിച്ചില്ല. 10th 4th ഫാബിയോന്റെ കാര്യം പറഞ്ഞപ്പോ ഫാബിയോ സൈറ്റിംഗ് ലാപ്പിൽ തന്നെ പോയി പടവനടിച്ച് വീണു. അത് വെതറിന്റെ ഇതാണ്. പുള്ളി എന്നിട്ട് ഓടി വന്നിട്ട് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് തിരിച്ച് ഓടി പോകുന്നതായിട്ട്. അതേപോലെ വേറെ സംഭവം, സേഫ്റ്റി കാറ് പോയി ക്രാഷ് ചെയ്തു. അങ്ങനെ കുറച്ച് ഡ്രാമാസ് ഉണ്ട്. സേഫ്റ്റി കാർ പോയി സേഫ്റ്റി കാർ ക്രാഷായി, മാർക്കസ് അതിന്റെ ഇടയ്ക്ക് ഒരു തരികൾ കാണിച്ചു, പിന്നെ ഫാബിയോ വീണു. അങ്ങനെ കുറച്ച് ഡ്രാമാറ്റിക് ആയിരുന്നു. ബട്ട് ഫ്രണ്ട് റോയിലെ റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പോലെയൊക്കെ തന്നെയാണ് വന്നത്, ടു ബി ഓണസ്റ്റ്. ലൈക്ക് വലിയൊരു പെനാൽറ്റി കിട്ടിയാലും കുഴപ്പമില്ല, ഡ്രൈ റേസ് പിടിക്കാമെന്ന് മാർക്കസ് നോക്കിയതാണ്. ആ ഒരു സ്ട്രാറ്റജീസ്. അതെ, ബാക്കി കൂടുതൽ ഉള്ളവർ ഓടിയില്ലായിരുന്നെങ്കിൽ സ്ട്രാറ്റജി പാളിപ്പോയാലും ഉറപ്പായിട്ടും. പക്ഷെ മാർക്കസ് ഓടുന്ന കണ്ടപ്പോ പെക്കോ വെള്ളം കുടിച്ചോടുന്ന പെഗ് ഒറ്റ ഓട്ടം കുപ്പിയൊക്കെ ഞാനും കൂടെ ഫോട്ടോ ഇല്ലെങ്കിൽ അവൻ എന്നെ ചതിക്കും. പക്ഷേ ഇന്നത്തെ റേസിന്റെ ഓവറോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെക്കോയ്ക്ക് ഒരു കുറച്ച് പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട്. കാരണം റേസിന്റെ റിസൾട്ടിനകത്ത് മെയിൻ റേസിനകത്ത് പെക്കോ ജയിച്ചു, ഫസ്റ്റ് ആയിരുന്നു. കാരണം മാർക്കസ് തരികൾ കാണിച്ചതിന്റെ മറ്റേ കർമ്മ എന്ന പോലെ പുള്ളി നിലം പരിച്ചായി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് പെക്കോ കയറി, ലൈക്ക് മെന്റലി കുറച്ചുകൂടെ സ്ട്രോങ് ആയി. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ചാമ്പ്യൻഷിപ്പ് കിട്ടിയ സന്തോഷമായിരുന്നു. എന്നിട്ട് അത് കണ്ടായിരുന്നു, മറ്റേ എല്ലാവർക്കും മറ്റേ ഗ്ലാസ്സിനകത്ത് മാർക്കസ് ചെയ്ത് കൊടുത്ത പോലെ എല്ലാവർക്കും ഷാമ്പയിൻ ഗ്ലാസ്സിനകത്ത്. പക്ഷേ വേറെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെക്കോടെയും മാർക്കസിന്റെ തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു. 25 പോയിന്റ് അല്ലേ ഒറ്റയടിക്ക് പോയത്. 25 പോയിന്റ് മാർക്കസിന് പോയി. മറ്റേ സ്പ്രിന്റ് റേസിലെ കോർണറില് മാർക്കസിന്റെ സേവ്, അതായത് ടേൺ 2 ഏത് ടേൺ ആയിരുന്നു, 2 or 3 എന്തോ ആയിരുന്നു തോന്നുന്നു. ലൈക്ക് ബട്ട് അത് പെക്കോ വരെ ഞെട്ടിപ്പോയി, എങ്ങനെയാണ് പുള്ളി തിരിച്ച് സേവ് ചെയ്ത് എടുത്തത്. മാറിയ സേവ്, ലൈക്ക് കയ്യിൽ പോയത്. വേറൊരു റൈഡർ ആയിരുന്നെങ്കിൽ പ്രോബബ്ലി കയ്യിൽ പോകുന്ന ഫ്രണ്ട് പോയി തിരിച്ചു കയറിയത്. അതേപോലെ തന്നെ ഫാബിയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു, ലൈക്ക് അതും ആക്ച്വലി അടിപൊളിയായിരുന്നു. ഫാബിയുടെ കാലൊക്കെ ഇങ്ങനെ പോകുന്നു. ഫാബിയോ 4th ആയിരുന്നു, കാരണം പുള്ളിയുടെ കിടില സ്റ്റാർട്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി P11 ആയിരുന്നു. P11 Q2 കയറിയില്ല. എന്നിട്ട് അവിടെ നിന്ന് നേരെ പുള്ളി P4 വന്നു. ഒരു രക്ഷയില്ലാത്ത സ്റ്റാർട്ട്. എനിക്ക് എവിടെ നിന്ന് ഗ്രിപ്പ് കിട്ടിയത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഫാബിയോ യമഹ വരുന്നുണ്ട്, പക്ഷെ ഓരോ ടൈം ഓരോ റൈഡർ ആയിരിക്കും. പക്ഷെ നമുക്കൊന്നും പറയാൻ, കാരണം കൺസിസ്റ്റന്റ് അല്ല. അത് കൺസിസ്റ്റൻസി വേറെ പറയാനുണ്ട്. അപ്പോൾ ഫാബിയോ സ്പ്രിന്റ് റേസില് 4th പൊക്കോണ്ടിരുന്നപ്പം കോർണർ വൈഡ് ആയിപ്പോയി, സ്ലിപ്പായിട്ട്. അപ്പം VR46 കയറി. പിന്നെ കയറിയിട്ട് പുള്ളി കുറെ ബാക്കിന് പോയി, മോർബിഡലിന്റെയും ഫാബിയോന്റെ പിറകെ. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഫാബിയോ ജിനന്റോണിയോയും മോർബിഡലിയും അവർ രണ്ടും VR46 ഫാബിയോ ജിനന്റോണിക്. അപ്പം
ജിനന്റോണിക്കും മറ്റേ നമ്മുടെ ഫാബിയോയും യഥാർത്ഥ ഓജി ഫാബിയോയും ഇവന്മാരെല്ലാം കൂടെ ആയിരുന്നു. എൽ ഡയാബ്ലോ അങ്ങനെ പറയാം. എൽ ഡയാബ്ലോയും ഇവരെല്ലാം കൂടെ ആക്ച്വലി ഇവർ മൂന്നുപേരും കൂടെ ആയിരുന്നു ആക്ച്വലി റേസ്. അതായിരുന്നു ഏറ്റവും ഭംഗിയുള്ള റേസ് സ്പ്രിന്റിനകത്ത്. ഫ്രണ്ടി മാർക്കസ് പോയി, അലക്സ് പോയി, അവര് മറ്റേ ക്രൂസ് മോഡലാണ്. ബാനിയൊക്കെ ചുമ്മാ ഇങ്ങനെ പോവാ. ആക്ച്വലി കാരണം ഈവൻ സ്പ്രിന്റിലാണെങ്കിലും മെയിൻ റേസിലാണ് സ്പ്രിന്റിനകത്ത് ഫസ്റ്റ് മാർക്ക്, സെക്കൻഡ് അലക്സ് മാർക്കസും, തേർഡ് പെക്കോയി ആയിരുന്നു. അത് യൂഷ്വൽ ഈ സീസണിൽ കണ്ടുകൊണ്ടിരുന്ന പോലെ. ബട്ട് എങ്കിൽ പോലും ഫസ്റ്റ് ലാപ്പിൽ പെക്കോ നല്ലതായിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പെക്കോ ക്വാളിഫൈ ചെയ്തത് ടേൺ 1 പെക്കോന്റെ ടേൺ 1 ആ ഒറ്റടിക്ക് പുള്ളിയായിരുന്നു ലീഡ് ചെയ്തത്. ലൈക്ക് കോർണർ ഫസ്റ്റ് കോർണറിന് മുന്നേ പുള്ളി ഫ്രണ്ടിലെത്തി. ആ ആക്ച്വലി ഒരു ഗ്ലിംസ് ഓഫ് ടൈമിനകത്ത് പുള്ളിയായിരുന്നു ലീഡ് ചെയ്തത്. എന്നിട്ട് മാർക്കസ് പിന്നെ പോയി. അതിൻ്റെ ഇടയ്ക്ക് മാർക്കസിന്റെ പിന്നെ ഇതും വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു, വീഴാൻ പോയി. പുള്ളി എങ്ങനെയൊക്കെ കയറി വരുന്നുണ്ട്. പെക്കോ നൈസായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ജാക്ക് മില്ലറിന്റെ ഒരു ജാക്ക് മില്ലർ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലത്തെ റേസ് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ജാക്ക് മില്ലറിന്റെ മെസ്സേജ് അയച്ചു, ജാക്ക് മില്ലർ നീ ലാസ്റ്റ് വരുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, നീ എന്താ കാണിക്കുന്നത്, നിനക്ക് അടുത്ത റേസിന് ഫ്രണ്ട് വരാൻ പറ്റുമോ? പക്ഷെ സംഭവം പുള്ളിക്കാരി പറഞ്ഞത് ജാക്ക് മില്ലർ വായിച്ചെന്ന് തോന്നുന്നു ഇന്ന് 5ാമതെത്തി. ജാക്ക് മില്ലർ പൊരിഞ്ഞ പുഷായിരുന്നു. അതെ, 15 5ാമതെത്തി. ഇനിയിപ്പോ എല്ലാ റേസിന് മുന്നേ പറയാം. ഇല്ലല്ല ഞാൻ പറഞ്ഞില്ല. ഹേർട്ടായി സംഭവം. എന്തായി കാണിക്കുന്നത്? അത് സംഭവം അറിയോ, പുള്ളിക്കാരി ജാക്ക് മില്ലറിനെ ഫോളോ പോലും ചെയ്യുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ. എന്നിട്ട് ജാക്ക് മില്ലർ, ജാക്ക് നീ എന്താ കാണിക്കുന്നത്, എനിക്ക് ഭയങ്കര വിഷമമായി. നിന്നെ മറ്റേ അല്ലേ സംഭവം, മറ്റേ സൈഡില് റൈഡർ പൊസിഷൻസ് കാണിക്കല്ലോ, അതിന്റെ ഇടയിൽ ജാക്കിന്റെ പേര് പോലും വന്നില്ല. അയ്യോ ജാക്ക് അവിടെ പോയി. ജാക്ക് ബാക്കിൽ പോയപ്പോ ഭയങ്കര വിഷമം. അത് കഴിഞ്ഞിട്ട് അക്കോസ്റ്റയിലായിരുന്നു. അക്കോസ്റ്റ ഇന്നും ക്രാഷ് ആയല്ലോ, മെയിൻ റേസിൽ ക്രാഷ് ആയില്ലേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കേറ്റ് മാർക്കസിന്റെ ക്രാഷിന്റെ അറിയോ, മാർക്കസിന്റെ ക്രാഷ് അത് ഭയങ്കര റുക്കി മിസ്റ്റേക്ക് ആണ്. കാരണം ഓൾറെഡി ആ ക്രാഷിന് ഒരു ലാപ്പ് മുന്നേ എങ്ങാണ്ടോ ക്യാമറയില് അവര് സ്ലോ സ്പീഡ് ഒരു ഷോട്ട് കാണിച്ചു. ടയറിന്റെ റൈറ്റ് സൈഡ് നല്ല വെയർ ഔട്ട് ആയിട്ടുണ്ട്. കാരണം ഇന്ന് ഡ്യുവൽ കോമ്പൗണ്ട് ആണ്. ലെഫ്റ്റ് സൈഡ് ഇച്ചിരി കൂടെ ഹാർഡ് കോമ്പൗണ്ടും റൈറ്റ് സോഫ്റ്റ് വെയർ. അപ്പം അത് ഓൾറെഡി ഒരു സൈഡിലുണ്ട്. പിന്നെ മഴ പെയ്ത ട്രാക്കാണ്. സാധാരണ നമ്മൾ ട്രാക്കിൽ പോകുമ്പോഴത്തേക്കും കുറെ പ്രാവശ്യം ലാപ്പ് ആഫ്റ്റർ ലാപ്പ് പോകുമ്പോഴത്തേക്കും ഡ്രൈ ആവും, കാരണം നമ്മൾ പക്ഷേ കേബ് അറിയാമല്ലോ, കേബിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല, സ്ലിപ്പറിയാണ്. പുള്ളി ആ ഷിക്കൻ ഇച്ചിരി കൂടെ സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ വേണ്ടി ആ കേബിന്റെ പുറത്തൂടെ കയറി. അപ്പം ബാക്ക് പോയി. അങ്ങനെയാണ് അത്. ഭയങ്കര ആവശ്യമില്ലാതെ പുള്ളി പുഷ് ചെയ്ത് 2 സെക്കൻഡ് ലീഡായിരുന്നു പുള്ളി. 2 സെക്കൻഡ് ലീഡ് ചെയ്യുന്ന മനുഷ്യൻ പയ്യെ കുറച്ചൊന്ന് പേസ് ഡൗൺ ചെയ്ത് പോകുന്നേ ഉള്ളൂ. എനിക്കൊന്ന് പെക്കോ വരുന്നുണ്ട് എന്ന് ബോഡി കാരണം അതിന് തൊട്ട് മുന്നേ അലക്സിനെ പെക്കോ ഓവർടേക്ക് ചെയ്തു. അതെ, ഇപ്പൊ പെക്കോ പുഷ് ചെയ്യുന്നുണ്ടെന്ന് മറ്റേ പിറ്റ് ബോഡി കാണാമായിരുന്നു. അപ്പം അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ലീഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതായിരിക്കും. പക്ഷെ ആവശ്യമില്ലായിരുന്നു. ഇതിന് ഫുഡ് ബാക്ക് ഇല്ലാതെ ഒരു 2-3 ലാപ്പ് ഓടിച്ചു, 1-2 ലാപ്പ് ഓടിച്ചു, എന്നിട്ട് തിരിച്ചു ഒരു അവസാനം ഫുഡ് ബാക്ക് ഇല്ല, ഫുഡ് ബാക്ക് ഇല്ല. എന്നിട്ട് വിൻസ്ക്രീൻ ഒക്കെ പൊട്ടി ആകെ കുളമായി. പിന്നെ അവൻ കാണിച്ച വേറൊരു ഇപ്പൊ 2 സൈഡ് ഇപ്പൊ നമുക്ക് പറയാം, പുള്ളി സീൻ ശരിയാണ്, വീണ്ടും റേസിലോട്ട് ബാക്ക് കയറി വീണ്ടും ഓടിക്കാൻ നോക്കി. പക്ഷെ പോകുന്ന വഴിക്ക് കുറെ പാർട്സ് ഒക്കെ കളയി പോകുന്നുണ്ടായിരുന്നു വണ്ടി. പിന്നെ ആദ്യം റേസ് തുടങ്ങുന്നതിന് കാണിച്ചു വെച്ച് നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. ശരിയാണ്. ലൈക്ക് റെയിൻ ടയർ ഇട്ടുകൊണ്ട് പുള്ളി ഇറങ്ങി. റേസ് തുടങ്ങുന്നതിന് ആകാശത്തോട്ട് ഇങ്ങനെ നോക്കി ഒറ്റ ഓട്ടോ. അത് പ്രീ പ്ലാൻഡ് ആയിരുന്നു പറയുന്നു. ലൈക്ക് പുള്ളി പോയി റേസ് ഒരു ഓട്ടം പുള്ളി പോകുന്നിട്ട് ബാക്കിയുള്ളവന്മാര് ഓടി. മീൻസ് റെയിൻ ടയർ ഇട്ട് ഇറങ്ങി എല്ലാരും പോയി തിരിച്ചു കയറി. റെയിൻ ടയർ ഇട്ട് ഇറങ്ങി. അപ്പൊ മഴ പെയ്യുന്നില്ല എന്ന് കണ്ടിട്ട് സ്ലിക്ക് ഇടാൻ വേണ്ടി സ്ലിക്കുള്ള വണ്ടി എടുക്കാൻ പോയവര്. അപ്പൊ ഇത് കണ്ട് ബാക്കി എല്ലാവരും കുറെ ഇതേപോലെ പണ്ട് റോങ് ടയർ ചോയ്സ് കാരണം ജാക്ക് മില്ലറിന്റെ എല്ലാ റൈഡേഴ്സും മാറി. അപ്പൊ റേസ് ഡിലേ ആയി. ഒരു റേസ് ഡിലേ ആക്കി കഴിഞ്ഞാൽ അവര് പാഡൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അന്ന് അർജന്റീനയാണോ ഏതായിരുന്നു റേസ്, കുറച്ച് വർഷം മുന്നേ. അപ്പം ജാക്ക് മില്ലർ മാത്രം കറക്റ്റ് ടയർ ചോയ്സ് അല്ല, പുള്ളി കേറിയില്ല. പുള്ളി കറക്റ്റ് ടയർ ചോയ്സ് ആയിരുന്നു. പക്ഷെ ജാക്ക് മില്ലർ ഫ്രണ്ടില് 20 പൊസിഷൻസ് ബാക്കിലായിരുന്നു ബാക്കി എല്ലാ റൈഡേഴ്സും. എന്നിട്ടും ജാക്ക് മില്ലർ ജയിച്ചില്ല.
ബേൺ. അതൊക്കെ ജാക്ക് മില്ലറിന്റെ മറ്റേ പേടി ഉറക്കത്തിലൊക്കെ ഞെട്ടിയെടുക്കുന്ന സീനൊക്കെ ആയിരിക്കും അതൊക്കെ. പുള്ളിക്ക് അതൊന്നും കാര്യം. പുള്ളി അവിടെ നാട്ടിലെ റേസ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് മറ്റേ വീട്ടിൽ മറ്റേ കളിക്കാനായിട്ട് കാറ്റർപില്ലറിന്റെ JCB പോലെ കുഞ്ഞു സാധനമൊക്കെ ഉണ്ട്. പുള്ളി അതൊക്കെ ഇട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. ഇതുപോലൊരു ചില്ലും മനുഷ്യ ഇതിന് തലയൊക്കെ ചൊറഞ്ഞു മറ്റേ സാധാരണ നമ്മുടെ കലിങ്ങിന്റെ ഒക്കെ വണ്ടിരിക്കുന്ന ചേട്ടന്മാരില്ല അതേപോലെ. ഇല്ല, കഴിഞ്ഞ ദിവസം ജിപ്സി ടൈൽസിന്റെ പോഡ്കാസ്റ്റ് ഒരു പുള്ളി എന്തൊക്കെയോ പറയുന്നത്. ഞാൻ അതിൽ ആക്ച്വലി കേട്ടെ. പുള്ളിയോട് മാർക്കസിനെ പറ്റിയൊക്കെ ചോദിച്ചാൽ പുള്ളി പൊക്കിയൊക്കെ പറയും. അല്ല ബാക്കി ഇപ്പൊ ആരോടും ടീം പുള്ളി പണ്ട് ഡുക്കാറ്റിയിലായിരുന്നു, പെക്കോ ആയിരുന്നു. ജാക്ക് മില്ലർ ഭയങ്കര ഫാൻ ബേസ് ആണ്, ഭയങ്കര ഫാൻസ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. റേസറായിട്ട് കാരണം പുള്ളി ഇടയ്ക്കായി മറ്റേ ടോപ്പ് റാക്ക് ബ്രേക്ക് ചെയ്യുന്ന പോലെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കോട്ടയിൽ പലതും സംഭവിച്ചു. റേസ് ഒഴിച്ച് ബാക്കി എല്ലാം ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഹോണ്ട എനിക്ക് ഏറ്റവും വിഷമം വന്ന ജോഹൻ സാർക്കോന്റെ ഇന്നത്തെ ക്രാഷ് ആയിരുന്നു. പുള്ളി പുഷ് ചെയ്ത് 8th നല്ല രീതിക്ക് കയറി വരുന്നുണ്ടായിരുന്നു, ക്രാഷായി. അത് ക്രാഷ് ആയി തോന്നില്ല അവന് റേസിനകത്ത്, മെയിൻ റേസിനകത്ത് എന്തോ ഇല്ലല്ല ക്രാഷ് ആയില്ല. ഇല്ലല്ല, പുള്ളി നല്ല രീതിക്ക് ഇന്ന് ഓടിച്ചു. പിന്നെ ക്രാഷ് ആയത് ജോയാൻ മിർ. ഹോണ്ടയും എമ്മയും ഒക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും ഡെവലപ്പിംഗ് ആണ് എന്ന് വെച്ചാൽ ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ സീസണേക്കാളും. അതെ അതെ, എമോ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ചില സമയങ്ങളിൽ റൈഡറിന്റെ ആയിരിക്കില്ല, കാരണം ഫാബിയോ സ്പ്രിന്റിനകത്ത് നല്ല പെർഫോമൻസ്. 6th വന്നു, അവർക്ക് 6th പൊസിഷൻ കിട്ടിയ മറ്റേ ഫാബിയോ പോടി അടിച്ച പോലത്തെ സന്തോഷം. ആൾക്കാരൊക്കെ ഇന്നും നല്ല റേസ് ആയിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് 2 കോണ്ടാക്ട് വന്നു. അപ്പോഴത്തേക്ക് ആ റിതം അങ്ങ് പോയിട്ട് പുള്ളി അങ്ങ് ബാക്കിലായി. പിന്നെ ആൾക്കാർ ഇങ്ങനെ കയറി പോകുന്നായിരുന്നു. KTM ഒക്കെ വന്നു. പിന്നെ സ്ട്രെയിറ്റ് ലൈനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പുള്ളി ഇങ്ങനെ കൈ കൊടുക്കുക. അപ്പോഴത്തേക്ക് മറ്റേ ഡുക്കാറ്റിയും KTM ഒക്കെ താറ്റ് പറഞ്ഞിട്ട് പോകും. അല്ല നമ്മള് യമഹ സ്ട്രെയിറ്റ് സ്പീഡ് കുറയുന്ന കാര്യം പറയുമ്പോൾ നീ നോക്കിയാ യമഹയാണെന്ന്. അതിൽ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ബൈക്ക് ഈസ് മച്ച് ബെറ്റർ എന്ന് തോന്നുന്നു. ലൈക്ക് സീസൺ കഴിഞ്ഞ സീസൺ വെച്ചൊക്കെ നോക്കുമ്പോൾ ഹോണ്ട കിടു. അലേഷ് എസ്പാർഗ്രോ മാജിക് ലാസ്റ്റ് റേസിനല്ല ഒരു കൺസിസ്റ്റന്റ് പേസ് ആയിട്ട് വരുന്നുണ്ട്. ലൈക്ക് കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ഉണ്ട്. ലൈക്ക് അവർ ടോപ്പ് 10 വരുന്നുണ്ട്. പിന്നെ ജോൻ മിർ ഇടയ്ക്കിടയ്ക്ക് പടവനടിക്കുന്നത് കൊണ്ടും ഒക്കെ കൂടെ കൊണ്ട് ഉള്ളതേ ഉള്ളൂ. എന്ത് പുച്ഛം നോക്കി. പിന്നെ ലൂക്കാമരിനെ ഞാൻ ഒരു റൈഡറായിട്ട് കണ്ടിട്ടില്ല, ഭയങ്കര പുച്ഛം. പക്ഷെ ഇല്ല, ഹോണ്ട കയറി വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കയറി വരും, കാരണം നല്ല പൊട്ടൻഷ്യലും ബഡ്ജറ്റും ഉള്ള ടീമാണ് അവര്. KTMന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഹോണ്ടയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട്, KTMന് ബഡ്ജറ്റ് ഇല്ല. ഇല്ലല്ല, ഇപ്പം ഇല്ല ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പോഴത്തെ റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോസ്റ്റ ഹോണ്ടയുമായിട്ട് സംസാരത്തിലാണ്. പക്ഷെ അതേപോലെ തന്നെ ടോപ്പ് ട്രാക്കും ഹോണ്ടയായിട്ടും സംസാരത്തിലാണെന്നൊരു ഇത് വരുന്നുണ്ട്. ടോപ്പ് ട്രാക്ക് വേൾഡ് സൂപ്പർ ബൈക്കിലെ ചാമ്പ്യനാണ്, അത് വേറെ ഒരു ഡിവിഷൻ ഓഫ് റേസിംഗാണ്. ബട്ട് ടോപ്പ് ട്രാക്കും ഹോണ്ടയുമായിട്ട് ടോക്സിലാണ്. ഹോണ്ടയിലോട്ട് എല്ലാവരും പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ ഹോണ്ടയ്ക്ക് ഭയങ്കര ഇതിനു വേണ്ടി അവർ എത്ര സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. പിന്നെ പണ്ടത്തെ ലെജൻഡ് ടീമാണ്, പണ്ടെന്നല്ല ഒരു 2-3 വർഷം മുന്നേ. പക്ഷേ റെപ്സോളുടെ ലോഗോ പോയപ്പോൾ കാണാൻ രസമില്ല. എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കാസ്ട്രോൾ സൈഡിൽ ചെയ്തിരിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് റെപ്സോളായിരുന്നു. എനിക്ക് ആ ഹോണ്ടയുടെ ലൈക്ക് ആ റെഡ് ബ്ലൂ വൈറ്റ് ആ കോംബോ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. ഓക്കെ, മെയിൻ റേസിനകത്ത് പെക്കോ ഫസ്റ്റ് അടിച്ചു, അലക്സ് മാർക്കസ് ചെയ്തു, തേർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഫാബിയോ, ജിന്നൻ ടോണിക്. അപ്പോൾ അവർ 3 മെയിൻ റേസിനകത്ത് വന്നത്. പിന്നെ ഞങ്ങൾ വണ്ടി ഡുക്കാറ്റിയ VR46 ആശാൻ ഇറ്റലിക്കാരെ മാത്രമേ എടുക്കൂ. ആശാന്റെ അവിടെ പഠിച്ചവര്. പക്ഷേ ജിന്നൻ ടോണിക് അവിടെ പഠിച്ചോളൂ. ഏപ്രിൽ ഇനി മാർട്ടിൻ വരാൻ ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം രണ്ടാമത് ഓടിക്കുന്ന റൈഡർ പുള്ളി ചുമ്മാ ഡേറ്റ് ജസ്റ്റ് വണ്ടി ഓടിക്കണമല്ലോ എന്നുള്ളൊരു ഇതിലാണ് പുള്ളി ഓടുന്നത്. കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു, ഹോപ്പ്ഫുള്ളി ഞാൻ ഇനിയും റേസ് എഞ്ചിനീയർ ആയിട്ട് നിൽക്കേണ്ടി വരില്ലെന്ന്. പുള്ളി റേസൊക്കെ കാണാൻ അതിന് ഭയങ്കര വിഷമം. എനിക്കിപ്പോൾ ഞാനിപ്പോൾ ട്രാക്കിൽ പോയി നിൽക്കുന്ന പോലത്തെ അവസ്ഥയിലാണ് പുള്ളി ഇപ്പോൾ അവിടെ പോയിട്ട് ഓടിക്കാൻ പറ്റാതെ. സത്യം അതൊരു വേസ്റ്റ് ഫീൽ. പക്ഷെ പുള്ളി അടുത്ത റേസ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളി ഓൾമോസ്റ്റ് ഫിസിക്കലി കണ്ടിട്ട്. പക്ഷേ പുള്ളിയുടെ മറ്റേ ഏപ്രില്
ഇയാൾക്ക് റേസിന് മുന്നേ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ വണ്ടി ഓടിക്കാൻ ടെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചിട്ട് ബാക്കി ടീംസ് എഗ്രി ചെയ്തില്ല. ഡുക്കാറ്റി എഗ്രി ചെയ്തില്ലെന്ന ഒരു റൂമർ ഉണ്ട്, പക്ഷെ ഡുക്കാറ്റി അല്ലെന്നും പറയുന്നു. ലൈക്ക് പുള്ളിക്ക് ക്രാഷ് ആയി പോയതല്ലേ, ഇപ്പൊ പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. കാരണം പുള്ളി ആദ്യം ആ വണ്ടി ഓടിച്ച് ഫസ്റ്റ് സെഷൻ പ്രാക്ടീസ് എന്നിട്ട് ഫസ്റ്റ് അപ്പം തന്നെ തഴപ്പ് ക്രാഷ് ആയിരുന്നു. അതിനുശേഷം അതിന്റെ ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് ട്രെയിനിങ് ക്രാഷ് വന്നു. അപ്പോൾ പുള്ളിക്കൊരു ടച്ച് വിട്ട് പുതിയ വണ്ടി ഫോർ ദ സേഫ്റ്റി റീസൺസ് പുള്ളി ചോദിച്ചു, ലൈക്ക് ഒരു പ്രൈവറ്റ് ട്രാക്ക് ഡേ പോലെ ജസ്റ്റ് വണ്ടി ഒന്ന് യൂസ് ആവാൻ വേണ്ടി. പക്ഷേ സമ്മതിച്ചില്ല. ഡുക്കാറ്റി പറഞ്ഞത് നല്ല ഐഡിയ, പക്ഷെ ഇപ്പൊ വെച്ചാൽ 26 വരെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന്. ഡുക്കാറ്റി അങ്ങനെ പറഞ്ഞില്ലെന്നും ആണല്ലേ? ഡുക്കാറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം കോൺസിഡേഴ്സ്. പക്ഷെ എന്തായാലും മാർട്ടിന് അങ്ങനെ ഓടിക്കാനുള്ള ഒരു സംഭവം ഇല്ല, മീൻസ് പറ്റില്ല, നേരെ റേസിലോട്ട് വരുന്നത്. പക്ഷെ എനിക്ക് അറിയില്ല, മാർട്ടിനും കൂടെ വന്നിരുന്നെങ്കിൽ അറിയായിരുന്നു സെക്കൻഡ് പ്ലേസിന് ആർക്കാ മത്സരിക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് മാർക്കസിനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സെക്കൻഡ് പ്ലേസിന്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് അലക്സ് മാർക്കസ്. ദി തിങ് ഈസ് മാർക്കസിന്റെ ഏറ്റവും വലിയ ശത്രു മാർക്കസാ. അന്ന് നമ്മൾ പറഞ്ഞ പോലെ പുള്ളി വീണുമില്ല, പുള്ളി ഇഞ്ചുറി ഒന്നും പറ്റിച്ചില്ലെങ്കിൽ പുള്ളിയെ പിടിക്കാൻ പാടാം. പിന്നെ വേറൊരു സംഭവം ഇപ്പം പറഞ്ഞുകൊണ്ട്, ലൈക്ക് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെക്കോ ജനറലി അത്ര സ്ട്രോങ് അല്ലാത്ത ട്രാക്സാണ്. എന്ന് വെച്ചാൽ മാർക്കസിന്റെ സ്ട്രോങ് ഫീൽഡാണ് ഇപ്പോൾ കഴിഞ്ഞ 3 റേസസിനകത്ത്. പക്ഷെ ഇനി അങ്ങോട്ട് ഈ യൂറോപ്യൻ ട്രാക്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പെക്കോ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അപ്പോഴാണ് പുള്ളിയുടെ പൊട്ടൻഷ്യൽ. ഇത് ഇപ്പം നമ്മൾ ഭയങ്കര കാൽക്കുലേറ്റിംഗ് ആണ്. പുള്ളി കുറച്ച് ബ്രെയിൻ യൂസ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റൈഡറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് റോ സ്പീഡോ അതല്ല, പുള്ളി കുറച്ചുകൂടെ. അതുകൊണ്ടല്ലേ സ്പ്രിന്റിൽ പുള്ളി അധികം പെർഫോം ചെയ്യാതെ മറ്റേ മെയിൻ റേസിന് വന്ന് പെർഫോം ചെയ്യുന്നു. കഴിഞ്ഞ സീസണിൽ ആ ഒരു ബ്രില്യൻസ് കാരണം ചാമ്പ്യൻഷിപ്പ് പോയി. എന്തൊക്കെ പറഞ്ഞ് എത്ര GP റേസ് ജയിച്ചോ? 11 GP റേസ് എന്തോ ജയിച്ചു, എന്നിട്ട് ചാമ്പ്യൻഷിപ്പ് ഇല്ല. അങ്ങനത്തെ ഫസ്റ്റ് റൈഡറാണ്. ഇത്രയും ഗതികെട്ടവൻ. പക്ഷേ മറ്റേ ആ ഡയലോഗ് ആയിരിക്കും ഓർമ്മ വരുന്നത്, ഇതിലും ഗതികെട്ട വേറെ ആരുണ്ടെന്ന്. പെക്കോടെ നല്ല രീതിക്ക് കോൺഫിഡൻസ് ബൂസ്റ്റായി. റൈഡർ എപ്പോഴും കോൺഫിഡൻസിനെ ബേസ് ചെയ്താണല്ലോ ഇത്. അപ്പോൾ ഇനി അതിനുള്ള ഡിഫറൻസ് ആണ്. പിന്നെ കറന്റ്ലി പെക്കോടെ കരിയറിൽ തന്നെ വെച്ചിട്ട് എന്തോ മീൻസ് ഈ 2-3 ഇയേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്തത് ഫസ്റ്റ് 3 റൗണ്ട്സിൽ ഈ പ്രാവശ്യമാണ്. ലൈക്ക് ഇതിന് മുന്നത്തെ ടൈമിലൊക്കെ ഇതിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാവാറുണ്ടായിരുന്നു. സോ പെക്കോയ്ക്ക് അങ്ങനെ നോക്കുവാണെങ്കിലും പോസിറ്റീവാ, ഇത് ജയിക്കുകയും കൂടെ ചെയ്ത്. പക്ഷെ എനിക്ക് അങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചു. എന്നാലും നമുക്ക് കാണാൻ ഒരു ഇത് വേണം. അല്ല എല്ലാ ദിവസവും വന്നിട്ട് ഒരു റൈഡർ വന്ന് ജയിച്ചിട്ട് പോകുന്നതിനേക്കാളും ഒബ്വിയസ്ലി ആ പരിപാടി നടക്കില്ല. അതെ അതെ. പണ്ടത്തെ മറ്റേ ഫോർമുല 1 വെസ്റ്റാപ്പിൻ സീസൺ പോലെ പുള്ളി വരും ജയിക്കും പോകും. കാണാനൊരു ഇതില്ല. ഇനിയിപ്പം അറിയില്ല, ഇനി പെനാൽറ്റി മാർക്കസിന് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ പുള്ളി താഴെ വീണതുകൊണ്ട് ഇനിയിപ്പോ പെനാൽറ്റിയും കൂടെ കൊടുത്തിട്ട് എന്താണെന്ന് അറിയില്ല. അല്ലാതെ ഇല്ല. കഴിഞ്ഞ സ്പ്രിന്റ് റേസിൽ ലാസ്റ്റ് പോകുന്ന ലൊറൻസോ സാൽവദോറിക്ക് ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു. ലാസ്റ്റ് പോകുന്നവർ എന്തിനാണ് മോനെ എനിക്ക് പെനാൽറ്റി? വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. എന്തായിരുന്നു ഞാൻ പറയുന്നത്? പക്ഷേ മാർക്കസിന് മാത്രം പെനാൽറ്റി കൊടുക്കുവോ? ലൈക്ക് മാർക്കസ് ഓടുന്നുണ്ട് കുറെ പേര് കൂടെ ഓടി. അതാണ് ഇതിലൊരു ഗ്രേ ഏരിയ. കാരണം ഒരു റൈഡർ അത് ചെയ്തു കഴിഞ്ഞാൽ പെനാൽറ്റി കൊടുക്കും. പക്ഷെ ഇതിപ്പോ പുള്ളി ബൈക്ക് മാറാനാ പോയി. കാരണം ഫോസ്റ്റ് ആയി ഇത്ര റൈഡേഴ്സ് ഓടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വേറെ ഓപ്ഷൻ 3 പേര് മാത്രം നിൽക്കുന്നു. അത് ബ്രാഡ് ബിൻഡർ ആണെങ്കിൽ വണ്ടി കൊണ്ടുപോണ്ടാന്നൊക്കെ ഇരിക്കാം. പുള്ളിയുടെ ടീം അത് വണ്ടി എടുത്തോടെ പുള്ളി രീതിയിൽ ടയറാണ് ഇവിടെ വെക്കണോ? അവർക്കൊന്നും മനസ്സിലായില്ലെന്നു. ആൾക്കാർ ഓടുന്നുണ്ട്, എല്ലാവരും ബൈക്ക് എടുത്ത് ഓടി. അങ്ങനെ ഇനിയിപ്പോ അടുത്ത റേസ് ചെയ്താ ബ്രോ? ഖത്തർ. അത് നിനക്ക് അറിഞ്ഞൂടെ? നീ ചോദിക്കുന്നു. ചുമ്മാ വെറുതെ എന്തെങ്കിലും ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഏപ്രിൽ അല്ലേ ഇത്? ഏപ്രിൽ. ഇത്രയും റൈഡേഴ്സിനെ നീ ഇങ്ങനെ കുറ്റം പറഞ്ഞത് എന്താ? നീ പറഞ്ഞേ ഈസ്റ്റർ വീക്കിന് മുന്നേ ആണ്. ഈസ്റ്റർ വീക്കെൻഡിന് മുന്നേ റേസ് അറിയാം. ഈസ്റ്റർ എന്ന് അറിയത്തില്ല. ഈസ്റ്റർ അതിന്റെ ശേഷം. ഓക്കെ. അടുത്ത വീക്കെൻഡ് റേസ് ഇല്ല. അടുത്ത വീക്കെൻഡ് റേസ് ഉണ്ട് ഖത്തർ വെച്ചിട്ട്. അത് പെക്കോടെ ട്രാക്കാ. ലൈക്ക് പെക്കോ കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്നാണ് കണ്ടുവരുന്നത്. അറിയില്ല, ഇപ്പൊ മാർക്കസിന്റെ കാര്യം അറിയാം. അടുത്ത റേസ് എവിടെയാ? ഇവിടുന്ന് ഇത്രയും നേരിട്ട് എത്ര റൈഡേഴ്സിനെ നേരിടുന്ന പുച്ച? ഫാബിയോ, ഫാബിയോ അല്ല, വെറുതെ പോയി വീഴും. ജാക്ക് മില്ലറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ജാക്ക് മില്ലർ ഇങ്ങനെ രാവിലെ ഇരിക്കും, ഇന്ന് ഓടിച്ചേക്കാം. ലോറൻസോ സാൽവദോറിയോ? അയാള് പുള്ളി പോലും റേസറായിട്ട് വിട്ടിട്ടില്ല. മീൻസ് മോട്ടോ GP
ഇപ്പോഴത്തെ കറന്റ് സ്റ്റാൻഡിങ് ടീം ഡുക്കാറ്റി. ഡുക്കാറ്റി ഈ വർഷം എന്തായാലും മീൻസ് കൺസ്ട്രക്ടർ ചാമ്പ്യൻഷിപ്പ് ഡുക്കാറ്റി തന്നെ. ഇപ്പം എനിക്ക് ഹോണ്ട കറന്റ് ഹോണ്ട ആയിരുന്നു, കാരണം അവർ 1-2 റൈഡേഴ്സ് ടോപ്പ് 10 വരും. എന്നിട്ട് പിന്നെ KTM ഉണ്ട്, KTM അതിനുശേഷം ഇനി ആരും ഇല്ലെന്ന് തോന്നില്ല. ഏപ്രിലിൽ ട്രാക്ക് ഐക്കൂറൊക്കെ എന്തെന്ന് പറ്റി അറിയില്ല, ക്യാമറ കണ്ടില്ല, നോക്കണം. ടയർ കറക്റ്റ് ആയിട്ടിട്ട് ഇറങ്ങിയത് മാത്രം ഞാൻ കണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ഏപ്രിൽ 11 അതെ, കറന്റ് സ്റ്റാൻഡിങ്ങിനകത്ത് റൈഡർ സ്റ്റാൻഡിങ്ങിനകത്ത് അലക്സ് മാർക്കസ് ആണ് ഫസ്റ്റ്. മാർക്കസ് 1 പോയിന്റ് താഴെ, പിന്നെ നൈസായിട്ട് പെക്കോ കയറിയും വരുന്നുണ്ട്. സോ നോക്കാം, ഇവർ തമ്മിലായിരിക്കും എൻ്റെ എല്ലാ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും ഇവരുടെ 3 പേരുടെ ഒരു ഗെയിം ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള. കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പിന്റെ സ്റ്റാൻഡിംഗ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നറിയോ? ഡുക്കാട്ടി 111, ഹോണ്ട 36, KTM 34. വ്യത്യാസം കണ്ടോ? കാരണം ഡുക്കാറ്റിക്ക് കുറെ ബൈക്ക് ഉണ്ട്, ബാക്കി എല്ലാം 2 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം. ഡുക്കാറ്റിക്ക് കുറെ ബൈക്സ് ഉണ്ട്. ഇതെല്ലാം ഡുക്കാറ്റി ടീം, ഇവരൊക്കെ ഡുക്കാറ്റി കൺസ്ട്രക്ടേഴ്സ് ഡുക്കാറ്റി. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ മറ്റു പോലെയല്ല. ബാക്കി എല്ലാ ടീമിനും ഉണ്ട് കേട്ടോ, ലൈക്ക് അങ്ങനെയല്ല, അല്ല യമഹയ്ക്ക് 4 ഉണ്ട്, ബാക്കി 4 ഉണ്ട്. ട്രാക്ക് ഹൗസിന് 4 ബൈക്ക് അതെ ഉണ്ട്. റെഡ് ബുള്ളിനും 2 ബൈക്സ്, 2 ബൈക്സ്, 2 കാർ, 4 കാർ മൊത്തം. അല്ല മറ്റേ 2 ടീം യുകി സൊനോഡ എന്തോ റേസിംഗ് ബുള്ളോ റേസിംഗ് ബുൾസോ അങ്ങനെ എന്തോ. അവര് ഇവരുടെ തന്നെ സിസ്റ്റർ ടീമായിട്ടാണ്, പക്ഷേ സ്റ്റാൻഡിങ്ങിനകത്ത് ഡിഫറെന്റാ. അപ്പൊ ശരി, നമുക്ക് നൈസായിട്ട് കൺക്ലൂഡ് ചെയ്താലോ? ലൈറ്റ് ഒക്കെ പോയി ഇരുട്ടായി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട്, ഇനിയിപ്പം കുറച്ച് ദിവസം സമയമുണ്ട്. അപ്പം അടുത്ത നല്ല കണ്ടന്റ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വരാം. നിന്റെ കുക്കിംഗ് വീഡിയോ, ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോസ്, ഹെൽമെറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നു വീഡിയോസ്. അപ്പോൾ ശരി, അപ്പോൾ ശരി, എന്നാൽ ശരി, ഫുഡ് കഴിക്കാൻ പോവാം.